ഹായ്, SL ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പലപ്പോഴും പല പുരുഷന്മാരും വളരെ സംശയത്തോടെ വളരെ സങ്കടത്തോടെ പറയുന്നൊരു കാര്യമുണ്ട്. എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്, അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ചില സമയത്ത് അവൾ ഭയങ്കരമായിട്ട് എന്നെ അവോയ്ഡ് ചെയ്യാറുണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് പോലും എനിക്ക് അറിയാറില്ല എന്നുള്ളത്. ഇത് മിക്ക സ്ത്രീകളും ഇങ്ങനെയാണ്. എന്നാൽ കുറച്ച് പേര് ഇങ്ങനെ അല്ലാത്തവരുണ്ട്. പക്ഷേ ഇപ്പോൾ സ്ത്രീകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ കുറച്ചധികം അവർ പുരുഷന്മാരെക്കാൾ കൂടുതൽ കുറച്ചധികം ചിന്തിക്കുന്ന, ഓവർ തിങ്ക് ചെയ്യുന്ന ആളുകളായതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു അവോയ്ഡ് ചെയ്യൽ നമുക്ക് കാണാൻ പറ്റും. അത് പലരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതാണ് വാസ്തവം. അപ്പം എന്തുകൊണ്ടാണ് പെൺകുട്ടികൾ ഇങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള ആളെ അവോയ്ഡ് ചെയ്യുന്നത്? അതിൻ്റെ പുറകിലെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ് ഇന്ന് ഞാൻ പറയാനായിട്ട് പോകുന്നത്. സോ അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹേർട്ട് ആകുമോ എന്നുള്ളൊരു പേടി അവർക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതായത് സാധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്നൊരു പേടി തന്നെയാണ്. നമ്മളിപ്പോൾ ഒരാളെ ഭയങ്കരമായിട്ട് ഓവറായിട്ട് ഇങ്ങനെ സ്നേഹിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരിലേക്ക് അഡിക്റ്റ് ആയിപ്പോവും. അത് നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ തുടങ്ങും എന്നുള്ളതാണ്. പക്ഷേ ഇങ്ങനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് അവർ നമ്മളെ വിട്ടിട്ട് പോയാലോ അഥവാ ആൾ നഷ്ടമായി കഴിഞ്ഞാലോ എന്നൊരു പേടി ഇവർക്ക് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് സ്നേഹം ഭയങ്കരമായിട്ട് കാണിക്കാൻ ഭയങ്കര പേടിയാണ്. അതായത് ഒരുപാട് സ്നേഹിക്കാൻ പേടിയാണ്. അപ്പോൾ ഈ ഒരു ചിന്ത അവരുടെ മൈൻഡിലേക്ക് ഇങ്ങനെ വരുമ്പോൾ മേ ബി ഇവർ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല, ഇവർ പോലും അറിയാതെ ഇവർ ചെറിയ രീതിയിൽ ഗ്യാപ്പ് ഇട്ട് തുടങ്ങും എന്നുള്ളതാണ്. അത് ഇഷ്ടക്കുറവല്ല, അത് ഒരു പേടിയാണ്. അതായത് നഷ്ടമായാൽ ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ ഓവറായിട്ട് ആളിലേക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. അതായത് ആളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഓവർ അറ്റാച്ച്ഡ് ആവരുത് എന്ന് ഇവരുടെ മനസ്സിൽ തോന്നുന്നതുകൊണ്ടാണ് അവരങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ട് നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് അവർക്ക് ഉള്ളിലൊരു പേടിയുള്ളത് കൊണ്ടായിരിക്കാം, അഥവാ നിങ്ങളെ നഷ്ടമായാലോ എന്നുള്ളത്. സോ അങ്ങനെ നഷ്ടമായാൽ എങ്ങനെ മുന്നോട്ട് പോകും, ഓവർകം ചെയ്യും എന്നുള്ളതിന് അവർ ഓൾറെഡി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് അത് അവർ പ്രാക്ടീസ് ചെയ്യാണ്. ഇങ്ങനെ നഷ്ടമായി കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ആവേണ്ടതാണ് എന്നൊരു ചിന്ത അവരുടെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ ഒന്ന് ഓവറായിട്ട് അങ്ങനെ അറ്റാച്ച്ഡ് ആവാതിരിക്കാൻ വേണ്ടി നോക്കുകയാണ്. ആൻഡ് അവർ തന്നെ അവരെ ഓക്കെ ആക്കി കൊണ്ടുവരികയാണ്, അതല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുകയാണ്. അഥവാ നഷ്ടമായാലും ഞാൻ ഓക്കെ ആയിരിക്കണം എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട്, അതായത് ആ ഒരു പേടിൻ്റെ ഭാഗമായിട്ട് ഇവരിങ്ങനെ ഒരു ഡിസ്റ്റൻസ് ഇടാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, റിജക്ഷനെ ഇവർക്ക് ഭയങ്കര പേടിയായിരിക്കും. അതായത് നമ്മുടെ ഉള്ളിലുള്ള സ്നേഹം അതേപോലെ തുറന്ന് കാണിച്ചു കഴിഞ്ഞാൽ, അതായത് ഓവറായിട്ട് സ്നേഹം കാണിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് ഓവറായിട്ട് അവർക്ക് ഫീൽ ചെയ്യുമോ, അല്ലെങ്കിൽ എന്താ പറയുക, എൻ്റെ വാല്യൂ കുറഞ്ഞു പോവുമോ, അവരത് ഇഗ്നോർ ചെയ്യുമോ, ഇങ്ങനെയും ഒരു ഭയം അവർക്കുണ്ടായിരിക്കും. ഞാൻ ഫസ്റ്റ് പറഞ്ഞത് നഷ്ടമാകുമോ എന്ന ഭയമാണ്. ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാല്യൂ കുറയും, അല്ലെങ്കിൽ അവർ ആ സ്നേഹം അല്ലെങ്കിൽ ആ ഒരു ഫീൽ മനസ്സിലാക്കാതെ റിജക്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു പേടിക്കുള്ളിലുള്ളത് കൊണ്ട് തന്നെ ഫീലിങ്സ് പലപ്പോഴും പലരും പുറത്ത് കാണിക്കാതിരിക്കാറുണ്ട് എന്നുള്ളതാണ്. അവർക്ക് സത്യത്തിൽ നിങ്ങളെ ഇഷ്ടം ഉണ്ടായിരിക്കാം, നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള സ്നേഹവും ഫീലും ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ അത് നിങ്ങളോട് കാണിക്കാനുള്ള പേടിയായിരിക്കും. ചിലപ്പോൾ മേ ബി അവർ മുന്നേ കാണിച്ചിട്ടുണ്ടായിരിക്കാം. അതായത് അവരുടെ സ്നേഹം നിങ്ങളോട് പ്രകടമായിട്ട് തന്നെ അവർ കാണിച്ചിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ അത് റിജക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അവർക്ക് നിങ്ങളെ ഹഗ് ചെയ്യണം എന്നുണ്ട്. അവർ ഹഗ് ചെയ്യാൻ വന്ന സമയത്ത് നിങ്ങൾ ഓക്കെ ആയില്ല, അല്ലെങ്കിൽ മാറി എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ നെഗറ്റീവായിട്ട് അതിനെ റിജക്റ്റ് ചെയ്യുകയോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് നിങ്ങളെ ഹഗ് ചെയ്യാനോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സ്നേഹപ്രകടനം കാണിക്കാനോ പോലും അവർക്ക് പേടിയുണ്ടാവും. കാരണം അന്ന് അവർ പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ റിജക്ഷൻ നേരിടേണ്ടി വരും എന്നുള്ളത്. പക്ഷെ അന്ന് അങ്ങനെ ഫേസ് ചെയ്യേണ്ടി വന്നതുകൊണ്ട് തന്നെ അവർക്ക് പിന്നീട് ഒരു പേടി ഉള്ളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ എപ്പോഴും സ്നേഹം കാണിക്കുമ്പോൾ അവർക്ക് ആദ്യം വരിക അന്ന് റിജക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആ ഒരു സിറ്റുവേഷനാണ്. അങ്ങനെ ആകുമ്പോൾ വീണ്ടും വീണ്ടും അങ്ങനെ ചെയ്യപ്പെടുമോ എന്നുള്ളൊരു പേടി വരും. അങ്ങനെ റിജക്റ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ വാല്യൂ അവിടെ കുറഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളത് അവർക്ക് അറിയാം. അതായത് ആ വാല്യൂ കുറച്ചുകൂടി നഷ്ടമായിട്ടുണ്ട് എന്നുള്ളത് അവർക്കറിയാം. നിങ്ങൾക്കൊരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെന്നൊക്കെ അറിയാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ആൾ പിന്നീട് ആ ഒരു ഇഷ്ടം കാണിക്കാതെ കുറച്ച് പുറകോട്ട് വലിഞ്ഞ് നിൽക്കുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, പാസ്റ്റ് ലൈഫ് എക്സ്പീരിയൻസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് അവർക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാം. ആ റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നെഗറ്റീവ്, ഇപ്പോൾ ചീറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ, ഒരു മാനിപ്പുലേഷൻ ഇതൊക്കെ നേരിട്ടിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അവർക്ക് ഇവിടെ ട്രസ്റ്റ് ഇഷ്യൂ നല്ല രീതിയിലുണ്ടായിരിക്കും. ഭയങ്കരമായിട്ട് വിശ്വാസക്കുറവുണ്ടാവും. വിശ്വാസക്കുറവ് വരിക വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതുപോലെ ആകുമോ, നിങ്ങളിൽ നിന്നും അങ്ങനെ ആൾക്ക് നേരിടേണ്ടി വരുമോ, ഇങ്ങനൊരു ചിന്ത വരും. സ്വാഭാവികമായിട്ടും വരുന്നൊരു കാര്യമാണ്, അവരുടെ കുറ്റമല്ല. കാരണം അവരുടെ ലൈഫിൽ ഒറ്റ പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും എന്നുള്ളത്. സെയിം കാര്യം തന്നെയാണ് നമ്മുടെ എല്ലാവരുടെ കാര്യത്തിലുള്ളത്. ഒരു പ്രാവശ്യം നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഭയങ്കര പേടിയാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനും അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ പോലും നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് പേടി ഫീൽ ചെയ്യും എന്നുള്ളതാണ്.
അപ്പോൾ അത് എല്ലാവരിലും ഉണ്ടാവാം. അപ്പോൾ പാസ്റ്റ് ലൈഫിൽ ഇങ്ങനെ എന്തെങ്കിലും ട്രസ്റ്റ് ഇഷ്യൂ കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ ഇപ്പോഴും അവർക്ക് അങ്ങനെ ട്രസ്റ്റ് ഇഷ്യൂ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർക്ക് കംപ്ലീറ്റ്ലി നിങ്ങളെ സ്നേഹിക്കാനായിട്ട് കഴിയില്ല. കാരണം ഉള്ളിൽ ചെറിയ രീതിയിലുള്ള ഒരു ട്രസ്റ്റ് ഇഷ്യൂ വന്ന് കിടപ്പുണ്ട്, അല്ലെങ്കിൽ ഒരു പേടിയും കാര്യങ്ങളും സംശയങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് മാറ്റിയെടുത്താലേ അവർ ആ ഒരു ഗ്യാപ്പ് ഇടുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഇഗ്നോർ ചെയ്യുന്നതൊക്കെ കുറയുള്ളൂ. നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അങ്ങനെ എക്സ്പീരിയൻസ് പാസ്റ്റ് ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അവരെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ആ ഒരു പേഴ്സണ് ഓഫ്കോഴ്സ് ഈ റിലേഷൻഷിപ്പിൽ കുറേ അവരുടേതായിട്ടുള്ള കുറേ സംശയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും എന്നുള്ളത്. അത് അവരുടെ തെറ്റല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അവരോടുള്ള സ്നേഹം എത്രത്തോളമാണെന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതിൽ നിങ്ങളൊരു മടി കാണിക്കേണ്ട, ഈഗോയോടെ വേണ്ട. കാരണം ഇത് റിലേഷൻഷിപ്പാണ്, നിങ്ങളും അവരും ഓക്കെ ആയാലേ ഈ ബന്ധം നന്നായിട്ട് പോവുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഈഗോ കാണിക്കുന്ന പോലെ റിലേഷൻഷിപ്പിൽ കാണിക്കരുത്. ഓപ്പൺ കമ്മ്യൂണിക്കേഷനാണ് ഈ ഒരു സിറ്റുവേഷനിൽ ഏറ്റവും നല്ലത്. അപ്പോൾ ചിലർക്ക് ഇത്തരത്തിൽ പാസ്റ്റ് ലൈഫ് എക്സ്പീരിയൻസ് വളരെ മോശമായിട്ടുണ്ടെങ്കിൽ, പാസ്റ്റ് ലൈഫ് മീൻസ് ആ റിലേഷൻഷിപ്പിൽ ഇങ്ങനെ ഒരു നെഗറ്റീവായ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് ഇവിടെയും കുറച്ചൊക്കെ ചെറിയ രീതിയിൽ നെഗറ്റീവ് ആവാനും അതേപോലെ തന്നെ ഒരു ഇഷ്ടക്കുറവെന്ന് പറയുന്നില്ല, അവിടെയും അവർ ഇഗ്നോർ ചെയ്യാനുള്ള ചാൻസ് കൂടുതലായിട്ട് വരുന്നുണ്ട്. ഈ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓവർ തിങ്കിങ് ആണ്. സ്ത്രീകൾ പൊതുവെ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്ന ആളുകളാണെന്നുള്ളത് നമുക്കറിയാം. അതായത് ഭയങ്കരമായിട്ട് ഇവർ ചിന്തിച്ചു കൂട്ടാറുണ്ട് കുറേ കാര്യങ്ങൾ. ഇവിടെ കൂടുതലായിട്ട് നമ്മൾ കാണുന്ന ചിന്തിച്ചു കൂട്ടൽ എന്തൊക്കെയാണെന്നുള്ളത് അറിയോ? ആള് ഈ റിലേഷൻഷിപ്പിൽ സീരിയസ് ആയിരിക്കുമോ, എന്നെ ശരിക്കും ഇഷ്ടം ഉണ്ടാവുമോ, ഈ ഒരു കാര്യം നമ്മൾ ഭയങ്കരമായിട്ട് ചിന്തിക്കും. അതേപോലെ ലേറ്റായിട്ട് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ രീതിയിലുള്ള ഓവർ തിങ്കിങ് നമുക്കുണ്ടാവാറുണ്ട്. നമ്മൾ ചിന്തിക്കാറുണ്ട് കുറേ കാര്യങ്ങൾ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അങ്ങനെ ഒരു ഗ്യാപ്പ് അവിടെ ഇടുന്നതാണ്. ഇതും അറിഞ്ഞുകൊണ്ട് ഇടുന്നതല്ല, പക്ഷേ നമ്മൾ പോലും അറിയാണ്ട് നമ്മൾ അവരോട് ബിഹേവ് ചെയ്യുമ്പോൾ ചെറിയ രീതിയിലുള്ള ഗ്യാപ്പ് വരും എന്നുള്ളതാണ്. അതായത് അവർ സീരിയസ് ആണ്, ഇനിയിപ്പോൾ ചുമ്മാതെ ആണെങ്കിലും ഞാൻ അങ്ങോട്ട് നന്നായി എഫേർട്ട് ഇടുന്നുണ്ട്, അവർക്ക് ശരിക്കും ഇഷ്ടം ഉണ്ടാവുമോ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ചെറിയ രീതിയിലൊരു ഗ്യാപ്പ് വരാനുള്ള സാധ്യതയുണ്ട്. അതായത് ഈ ചിന്തകളൊക്കെ പുറത്തേക്ക് വരുന്നത് ഈ ഒരു അവോയ്ഡ് എന്നുള്ള രീതിയിലാണ്. നമ്മൾ ഇഗ്നോർ ചെയ്യാന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യും അങ്ങനെ അവർ ചെയ്യുന്ന സമയത്ത്. അപ്പം ഇങ്ങനെ ഓവർ തിങ്കിങ് ഉണ്ടാവുന്ന സമയത്തും സ്ത്രീകൾ ഇത്തരത്തിൽ ചെറിയ രീതിയിലുള്ള ഒരു അവോയ്ഡ് ചെയ്യുന്നതായിട്ട് നമുക്കറിയാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സെൽഫ് വർത്ത് ഇഷ്യൂ ആണ്. അതായത് അവർക്ക് സ്വയം തോന്നുന്നൊരു കാര്യമുണ്ട്, ഇപ്പം എന്നെ അവർ സ്നേഹിക്കുന്നുണ്ടാകുമോ, അതേപോലെ തന്നെ അവരുടെ സ്നേഹം കിട്ടാനുള്ള അർഹത എനിക്കുണ്ടോ, എന്നെക്കാൾ നല്ല പെൺകുട്ടി അവർക്ക് കിട്ടില്ലേ, ഇങ്ങനെയൊക്കെ തോന്നും. ഇങ്ങനെ തോന്നുമ്പോൾ നമുക്കുണ്ടാകുന്ന മറ്റൊരു ചിന്ത എന്താണെന്നറിയോ? അപ്പോൾ എന്നെക്കാളും ഭംഗിയുള്ള പെൺകുട്ടികളെ കാണുമ്പോൾ അവർ നോക്കുന്നുണ്ടാവോ, അവർക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ടാവോ എന്നുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊന്നും നമ്മൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. അതായത് അവരങ്ങനെ ആരെങ്കിലും നോക്കുന്നതായിട്ട് ആരും നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവില്ല. ചിലപ്പോൾ അവരുടെ ഫ്രണ്ട്സൊക്കെ പറയുന്നുണ്ടാവും നിന്നെ അവന് ഭയങ്കര ഇഷ്ടമാണ്, അതായത് നിന്നെ കിട്ടിയത് അവൻ്റെ ഭാഗ്യമാണെന്നാണ് അവൻ വിചാരിക്കുന്നത്, നിനക്ക് അവനെ കിട്ടിയത് നിന്റെ ഭാഗ്യമാണെന്നൊക്കെ ഇവരുടെ ഫ്രണ്ട്സ് പറയുന്നുണ്ടാവും. പക്ഷേ എന്നാലും പെൺകുട്ടികളുടെ മനസ്സിൽ പൊതുവെ ഇത്തരത്തിലുള്ള ചിന്തകൾ വരും എന്നുള്ളതാണ്. അതായത് എനിക്കതിനുള്ള അർഹതയുണ്ടോ, എന്നെ ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവോ, അതേപോലെ തന്നെ എന്നെക്കാളും ഭംഗിയുള്ളവരെ കാണുന്നുണ്ടാവില്ലേ, എന്നെക്കാളും കുറേ നല്ല സ്വഭാവമുള്ളവരെ കാണുന്നുണ്ടാവില്ലേ, നല്ല ക്ലോസ് ആയിട്ട് കുറേ പെൺകുട്ടികൾ ഉണ്ടാവില്ലേ, അപ്പോൾ അവരോടൊക്കെ ഇഷ്ടം തോന്നും. ഇങ്ങനെയൊക്കെ നമുക്കിങ്ങനെ വരുന്നുള്ളത്. അപ്പം നമുക്ക് തന്നെ നമ്മുടെ വാല്യൂ മനസ്സിലാക്കാത്തൊരു സിറ്റുവേഷനാണത്. നമുക്കറിയില്ല നമുക്ക് എത്രത്തോളം വാല്യൂ ഉണ്ട്, നമ്മളവർ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയില്ല. അപ്പം ഇങ്ങനൊരു സിറ്റുവേഷനിലൂടെ പെൺകുട്ടികൾ മിക്കവരും കടന്നു പോകാറുണ്ട്. ഈ സമയത്തും അവർക്ക് എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ, അതായത് ഉള്ളിൽ ചെറിയ രീതിയിലുള്ള ഒരു ഓവർ തിങ്കിങ് കൂടി ഇവിടെ വരുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളൊരു ഗ്യാപ്പ് എന്തായാലും നമ്മൾ നമ്മുടെ ആ ഒരു സ്നേഹിക്കുന്ന പേഴ്സൻ്റെ അടുത്ത് ഇടും എന്നുള്ളതാണ്. ഇതും നമ്മൾ അറിഞ്ഞുകൊണ്ടെന്നല്ല, പക്ഷെ നമ്മുടെ ഉള്ളിൽ ആ ഒരു സംഭവം കിടക്കുന്നത് കൊണ്ട് നമ്മുടെ പെരുമാറ്റത്തിൽ അങ്ങനെ വരുന്നതാണ്. ഇനിയിപ്പോൾ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഇത് ചിലർ ചെയ്യുന്നൊരു കാര്യമാണ്. അതായത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളിപ്പോൾ ഞാൻ മെസ്സേജ് അയക്കാതിരുന്നാൽ, ഞാൻ വിളിക്കാതിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചെറുതായിട്ട് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കത് ഹേർട്ട് ചെയ്യോ, ഫീൽ ചെയ്യോ, ആളെന്നെ മിസ് ചെയ്യോ, അപ്പോൾ എന്നെ തേടി പിന്നാലെ വരുമോ, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളോട് എത്രത്തോളം ഇഷ്ടമുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പലരും ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷെ ഇവിടെ വലിയൊരു പ്രശ്നം എന്താണെന്നറിയോ? നമ്മൾ വിചാരിക്കും ആളെ വിളിക്കുമ്പോൾ നമ്മൾ ഒന്ന് എടുക്കാതിരുന്നു കഴിഞ്ഞാലോ, മെസ്സേജ് അയക്കുമ്പോൾ നോക്കാതിരുന്നു കഴിഞ്ഞാലോ ആൾ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്യും, നമ്മളെ ഭയങ്കര മിസ് ചെയ്യും, എന്നിട്ട് നമ്മളെ വിളിക്കും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തുകൊണ്ടേ ഇരിക്കും എന്നുള്ളത് ശരിയാണ്. നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു ടൈമിൽ അവർ ചിലപ്പോൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടാവും, എന്ത് എടുക്കാത്തത്, അല്ലെങ്കിൽ മെസ്സേജ് എന്താ നോക്കാത്തത്, എന്ത് പറ്റി, ഇതൊക്കെ അറിയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ടാവും. പക്ഷെ ഭാവിയിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു നെഗറ്റീവായിട്ട് വരും എന്നുള്ളതാണ്. അതായത് ഭാവിയിൽ ആൾക്ക് ഇതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ള രീതിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. നിങ്ങളിത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൽ വല്ലാത്ത രീതിയിലുള്ള
ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നു തുടങ്ങും. അത് റിലേഷൻഷിപ്പിനെ ബാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ടെസ്റ്റ് ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ, പെൺകുട്ടികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യരുത്. ഇത് ആൺകുട്ടികൾക്ക് കൂടി വേണ്ടി പറഞ്ഞു തരുന്നതാണ്. അങ്ങനെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു രീതി വേണ്ട, കാരണം അത് നല്ലതല്ല. വളരെ റെയർ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാൻ പറയാറുണ്ട്. അത് ചില സിറ്റുവേഷനിൽ മാത്രം നമ്മൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അല്ലാത്ത പക്ഷം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ആ സമയത്ത് ചിലപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ ഒരു മിസ്സിങ് ഫീലൊക്കെ ഉണ്ടാവാം. പക്ഷേ അത് നിങ്ങളുടെ രണ്ടുപേരുടെയും ഭാവിയെ വല്ലാത്ത രീതിയിൽ മോശമായി ബാധിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം കൂടിയാണ്. അത് നിങ്ങൾ മനസ്സിൽ വയ്ക്കാം. ഇപ്പോൾ പല പെൺകുട്ടികളും ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ആൾക്ക് എത്രത്തോളം ഇഷ്ടമുണ്ടെന്ന് മനസ്സിലാക്കണം എന്നൊക്കെയുള്ള ചിന്ത കൊണ്ട് ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത് പോലെ ആക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ നമ്മൾ കാണാറുള്ളത്, പെൺകുട്ടികൾ അവർ സ്നേഹിക്കുന്ന ആളെ അവോയ്ഡ് ചെയ്യുന്നതിൻ്റെ പുറകിൽ റീസൺസ് ആയിട്ട്. അപ്പോൾ ഇതിലിപ്പോൾ കുറേ പേര് പറയാറുണ്ട് ഈ ഒരു കാര്യം, അതായത് ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്, ഇഗ്നോർ ചെയ്യുന്നുണ്ട്, എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവണില്ല, ഒന്ന് പറഞ്ഞു തരുമോ എന്നുള്ളത് കുറേ പേര് പറഞ്ഞേക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ചെയ്തിട്ടുള്ളത്. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എല്ലാ പെൺകുട്ടികളും ഇതുപോലെയാണെന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല. നിങ്ങളെ ശരിക്കും സീരിയസ് ആയിട്ട് സ്നേഹിക്കുന്ന പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ലാസ്റ്റ് പറഞ്ഞ ടെസ്റ്റ് ചെയ്യലുണ്ടല്ലോ, അത് എല്ലാവരിലും ഉണ്ടാവില്ല. എന്നാലും ബാക്കിയുള്ള 5 കാര്യങ്ങളും നിങ്ങളെ സീരിയസ് ആയി സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയിൽ കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ്. എന്നാൽ അവരുടെ പേഴ്സണാലിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം, ചില പെൺകുട്ടികൾ അവർക്ക് നിങ്ങളെ സീരിയസ് ആയിട്ട് ഇഷ്ടം ഉണ്ടാവില്ല. അതായത് അവർ നിങ്ങളെ വളരെ ജെന്യുവൻ ആയിട്ടോ ഒരു സീരിയസ് റിലേഷൻഷിപ്പ് എന്ന രീതിയിൽ നോക്കുന്നുണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ഓക്കെ ആവില്ല. മാത്രമല്ല അവർ നിങ്ങളെ ഇഷ്ടം കൊണ്ടാണ് നിങ്ങളെ ഇപ്പോൾ അവോയ്ഡ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവരുടെ ഉള്ളിൽ ഇഷ്ടക്കുറവുണ്ടാകുമ്പോൾ അവർക്ക് നിങ്ങളോട്, അതായത് റിലേഷൻഷിപ്പ് വേണ്ട എന്ന് തോന്നുന്ന സമയത്ത് അവർ അവോയ്ഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മനസ്സിലാക്കി എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എപ്പോഴും അവോയ്ഡ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ട് തന്നെയാണ്. നേരെ മറിച്ച് ചില സമയങ്ങളിൽ മാത്രമാണ് അവരിങ്ങനെ പെരുമാറുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഒന്നില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞുള്ള കാര്യങ്ങളോ അതല്ലെങ്കിൽ അവരുടെ മൂഡ് സ്വിങ്സോ ആയിരിക്കും എന്നുള്ളത്. എപ്പോഴെങ്കിലും മാത്രം ഇങ്ങനെയുള്ള കാര്യം കാണുകയാണെങ്കിൽ അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം. പക്ഷേ എപ്പോഴും നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നൊരു പേഴ്സൺ ആണെങ്കിൽ അവർക്ക് ആ റിലേഷൻഷിപ്പിനോട് താല്പര്യമില്ല എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു നിങ്ങൾ ചോദിച്ചിട്ടുള്ള ആ ഒരു സംശയത്തിൻ്റെ ഏകദേശം ഒരു ഉത്തരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും ഈ ഒരു വീഡിയോയിലൂടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കാതിരിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കുറേ പേര് കാണുന്നുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്